നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടി ഓരോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഓരോ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിനകത്തുള്ള സ്റ്റോറേജ് ഒരുപാട് അധികമായിരിക്കും. ആ ആപ്പ് നമ്മുടെ ഫോണിനകത്തുണ്ടായിരിക്കെ നമ്മുടെ ഡാറ്റകളൊക്കെ അവർ ശേഖരിക്കുകയും ചെയ്യും. മാത്രമല്ല നമ്മുടെ മൊബൈൽ ഫോണിൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കും, സ്റ്റോറേജ് അധികമായിട്ട് വേണ്ടി വരും. മാത്രമല്ല ഒരു ആപ്പ് നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഫോണിൻ്റെ റാം നമുക്ക് 4 GB 6 GB 8 GB ഒക്കെ റാമുള്ള ഫോൺ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പുകൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും നമ്മുടെ റാം കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കുറയും, സ്ലോ ആകുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ആ ഒരു ആപ്പിൻ്റെ എല്ലാ വർക്കുകളും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടി ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നതിന് വേണ്ടി ആമസോണിൻ്റെ ആപ്പോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പോ മീഷോയുടെ ആപ്പോ ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. എന്നാൽ ഇനി അത് ഡൗൺലോഡ് ചെയ്യേണ്ട, പക്ഷേ നമുക്ക് ചെറിയൊരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഫോണിലേക്ക് അത് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കാണിച്ചുതരാം. ഞാൻ ഗൂഗിളിനകത്ത് ആമസോൺ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. amazon.com എന്നതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഗൂഗിളിനകത്ത്. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആമസോൺ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് മുകളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും വെബ്സൈറ്റാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ആപ്പിൽ ഉപയോഗിക്കുന്ന ആ ഒരു ആമസോണിൻ്റെ യൂസറും പാസ്വേഡും അല്ലെങ്കിൽ മൊബൈൽ നമ്പറാണെങ്കിൽ മൊബൈൽ നമ്പർ കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്ക് ഓരോ സമയത്തും നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ഈ ആമസോണിൻ്റെ ഓരോ തവണയും നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം. പക്ഷേ അതിന് പകരം നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം ആഡ് ടു ഹോം സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും ഇൻസ്റ്റാൾ എന്ന് വേണോ ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്ന് വേണോ എന്ന് ചോദിക്കും. ഇവിടെ താഴെ ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്ന് കൊടുക്കുക. ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്താൽ ആപ്പാണ് ഡൗൺലോഡ് ആകുക. ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പോപ്പപ്പ് വരും. ആഡ് എന്ന് കൊടുക്കുക. ഇത് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വന്നാൽ ഇവിടെ കാണാൻ സാധിക്കും ആമസോണിൻ്റെ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ ആമസോണിൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ട്. ഇനി ഓരോ തവണ നിങ്ങൾ ഇത്തരത്തിൽ വെബ്സൈറ്റ് നമുക്ക് സെർച്ച് ചെയ്ത് ലോഗിൻ ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ ആഡ് ടു ഹോം സ്ക്രീനിലേക്ക് ഷോർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് കൊടുത്താൽ മതി, നേരെ വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഫ്ലിപ്കാർട്ടിൻ്റെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് മീഷോയുടെ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് കിട്ടും. ജസ്റ്റ് ലോഗിൻ ചെയ്ത് ഇതുപോലെ ഷോർട്ട് കട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ഒരുപാട് ആപ്പുകളുണ്ട്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് BG റിമൂവ് എന്ന് ഇതുപോലെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് പകരം BG റിമൂവ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കാണാം BG റിമൂവ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഫോട്ടോകളുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെബ്സൈറ്റ് കിട്ടും. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ ആപ്പുണ്ട്. ഡൗൺലോഡ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും മുകളിലുള്ള ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ ഭാഗത്തേക്ക് ഒന്ന് ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ളത് കൊടുക്കുക. ഇത് ആപ്പല്ല ഇൻസ്റ്റാൾ ആകുന്നത്, ഈ വെബ്സൈറ്റിൻ്റെ ഒരു പ്രൊഫൈലാണ് നമുക്ക് ഇൻസ്റ്റാൾ ആകുന്നത്. നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് വെബ്സൈറ്റിൻ്റെ ഷോർട്ട് കട്ട് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഓരോന്നിൻ്റെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെയ്ത് നോക്കാൻ സാധിക്കും. ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. ആപ്പുകൾ വെറുതെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സ്റ്റോറേജ് തീർക്കുകയോ നമ്മുടെ റാം ഉപയോഗിക്കുകയോ നമ്മുടെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുകയും ചെയ്യാതെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യിക്കാതെ തന്നെ ഇത്തരം വെബ്സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.